ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പുരോഹിത പ്രാർത്ഥന എന്നറിയപ്പെടുന്ന യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലെ ആദ്യ ഭാഗമാണ് കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന വചനഭാഗം. ആ വചനഭാഗത്തിൻ്റെ പഠനം അവസാനിപ്പിച്ച് നമ്മൾ 2-ാം ഭാഗത്തിൻ്റെ പഠനത്തിലേക്ക് ഈ എപ്പിസോഡിലൂടെ കടക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആദ്യം ഈശോ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം തൻ്റെ കുടുംബമായ, തൻ്റെ പ്രിയപ്പെട്ടവരായ, തൻ്റെ സഹയാത്രികരായി കൂടെയുള്ള തൻ്റെ ശിഷ്യ സമൂഹത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് 9-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെയുള്ളത്. ആ വചനഭാഗം നമുക്ക് പഠനം ആരംഭിക്കുന്നതിന് മുൻപ് ഒന്ന് വായിച്ച് കേൾക്കാം. ബൈബിള് കരുതിയിട്ടുള്ള എല്ലാവരും ബൈബിൾ തുറക്കണം, എന്നോടൊപ്പം ഈ വചനഭാഗം വായിക്കണം. യോഹന്നാൻ 17, 9 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ഞാൻ അവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവിടുന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പിതാവിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നും 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വചനങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഈ വചനഭാഗം ഒരു തുടർച്ചയാണ്. 1-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയുള്ള കർത്താവ് തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന പുരോഹിത പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിനു ശേഷം 2-ാം ഭാഗത്ത് തൻ്റെ കൂടെയുള്ള കുടുംബമായ ശിഷ്യ സമൂഹത്തിനു വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് 9 മുതൽ 19 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 26 വാക്യങ്ങളാണുള്ളത് എന്ന് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അവയിൽ 8 വാക്യങ്ങൾ മാത്രമാണ് ഈശോ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന വചനഭാഗമായി കണക്കാക്കപ്പെടുന്ന ആദ്യത്തെ 8 വാക്യങ്ങൾ.
ബാക്കിയുള്ള 18 വാക്യങ്ങളും ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയെയാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് കൊടുക്കുന്ന പ്രാധാന്യമാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്ന് സന്ദർഭവശ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. എന്ന് പറഞ്ഞാൽ കർത്താവ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലധികം സമയം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളതാണ്. നമ്മൾ നമുക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചു മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃക നൽകുകയാണ്, ഒരു ചലഞ്ച് മുമ്പോട്ട് വെക്കുകയാണ്. കാരണം ഈശോ നിത്യ പുരോഹിതനും നിത്യ മാധ്യസ്ഥനുമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നാം ഒരു വചനം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനമാണ് ആ വചനം. ആ വചനഭാഗം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാനായി സാധിക്കും. എന്നോടൊപ്പം ആ വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിവ നിങ്ങൾക്ക് എഴുതുന്നത്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ ഈശോ മിശിഹ. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം തിരുവചനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നിങ്ങൾ ആരും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനം ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് എന്ന് യോഹന്നാൻ പറയാണ്. എന്നിട്ട് കൂട്ടിച്ചേർക്കണം, അഥവാ ആരെങ്കിലും പാപം ചെയ്തു പോയാൽ. നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്, പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന നീതിമാനായ ഈശോ നമുക്കുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാമെന്നല്ല കേട്ടോ അർത്ഥം. അഥവാ പാപം ചെയ്തു പോയാൽ, മാനുഷികമായ ബലഹീനതകൾ കൊണ്ടാണല്ലോ പാപങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ അറിവോടും സമ്മതത്തോടും കൂടെ കൺസെൻറ്റ് കൊടുത്ത് നമ്മൾ ബോധപൂർവമാണ് പലപ്പോഴും പാപങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്കറിവുള്ള കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയും സഹോദരങ്ങളെ ഓർക്കുക, ആരെങ്കിലുമൊക്കെ പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട്, അത് നീതിമാനായ ഈശോ മിശിഹായാണ് എന്നുള്ള ബോധ്യം നമുക്ക് കർത്താവ് തരാണ്. നിത്യ പുരോഹിതനായ ഈശോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി നിത്യമായി ബലി അർപ്പിച്ചു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കാണ് അവൻ ബലി അർപ്പിച്ചത് എന്ന് യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 2-ാം തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവൻ ഈ ലോകം മുഴുവൻ്റെയും പാപപരിഹാരാർത്ഥമാണ് ബലി അർപ്പിക്കപ്പെട്ടത്. അവൻ ബലിവസ്തുവായി തീർന്നത്, വൺസ് ഫോർ ഓൾ എന്ന് വിളിക്കപ്പെടും വിധം തൻ്റെ നിത്യമായ ബലി ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് അവൻ സമർപ്പിച്ചത് തന്നെയാണ്. ഈശോ അർപ്പിച്ച പാപപരിഹാര ബലി അവിടുത്തെ ശരീരം അഥവാ ഈ ലോക ജീവിതം പൂർണ്ണമായും ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എന്നതിലൂടെയാണ് അവൻ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണുന്നത് പോലെ, ആ ഹിതമനുസരിച്ച് ഈശോ മിശിഹായുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ എത്ര മനോഹരമാ വചനം. ഈശോയുടെ കുരിശുമരണം വഴി അവൻ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപപരിഹാരത്തിനു വേണ്ടിയുള്ള ബലി അർപ്പിച്ചിരിക്കുന്നു. ഈശോയുടെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടത് നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടിയാണ്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെ വീണ്ടും വീണ്ടും പാപം ചെയ്ത് അവനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയല്ല വേണ്ടത്, മറിച്ച് പാപലേശമില്ലാതെ ജീവിക്കാൻ പരിശ്രമിക്കണം. അഥവാ പാപം ചെയ്തു പോയാൽ കുംഭസാരമെന്ന അനുരഞ്ജന കുദാശയിലൂടെ കർത്താവിൻ്റെ മൗതിക ശരീരത്തിന് കളങ്കം വരുത്താത്ത വിധം അവനോട് ചേർന്ന് നിൽക്കാനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. സഹോദരങ്ങളെ, തൻ്റെ ജീവിത മരണ ഉത്ഥാനങ്ങളിലൂടെ എന്നേക്കുമായി അർപ്പിച്ച ബലിയുമായി നിത്യം പുരോഹിതനായി പിതൃസന്നിധിയിലായിരിക്കുന്ന ഈശോ നിത്യം മനുഷ്യകുലത്തിൻ്റെ മധ്യസ്ഥനാണ് എന്ന് തിരിച്ചറിയുക. ദൈവപിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് കർത്താവാണ്.
ആ ഈശോയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. കാരണം അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, നമുക്ക് വേണ്ടി പാപപരിഹാരം നൽകിയവനാണ്, അതിനുവേണ്ടി സ്വജീവൻ പോലും ഹോമിച്ചവനാണ്. അതുകൊണ്ടാണ് ശിഷ്യരെ ദാനമായി കണ്ടുകൊണ്ട് അവൻ തൻ്റെ കുടുംബമായി കരുതുന്ന ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 2-ാം ഭാഗമെന്നറിയപ്പെടുന്ന 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവൻ ശിഷ്യ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ച ഈശോ തുടർന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണ് 9 മുതൽ 19 വരെ നമ്മൾ വായിച്ചു കേട്ടത്. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അവരുടെ ഐക്യവും ദൈവിക സംരക്ഷണവും വിശുദ്ധീകരണവുമാണ് ഈശോ ലക്ഷ്യം വെക്കുന്ന 3 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ഒന്നാമത്, എൻ്റെ ശിഷ്യന്മാർ തമ്മിൽ ഐക്യമുണ്ടാകണം. ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് ഐക്യത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുന്ന ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറണമെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഇന്ന് ചിലയിടങ്ങളിലൊക്കെയും വിശുദ്ധ കുർബാന തന്നെയും ഭിന്നിപ്പിൻ്റെ കാരണമായി തീരുന്നുണ്ട് എങ്കിൽ അവിടെ കർത്താവല്ല, പരിശുദ്ധാത്മ സാന്നിധ്യമല്ല, മറിച്ച് അവിടെ എന്തരൂപിയാണ് പ്രവർത്തിക്കുന്നത്? വിഘടനത്തിൻ്റെ അരൂപികളല്ലേ പ്രവർത്തിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതൊരു കൺതുറവിക്കു വേണ്ടിയുള്ള വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്ന് ഞാൻ കരുതുക. ഐക്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനത്തിലൂടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ ആവശ്യം അവരുടെ ഐക്യമായിരുന്നു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ ഐക്യത്തോടുകൂടെ ജീവിക്കണം. രണ്ടാമത്തേത് ദൈവിക സംരക്ഷണമാണ്. പിതാവിനോട് പറയാണ്, നീ എന്നെ സംരക്ഷിച്ചതുപോലെ ഇവരെയും സംരക്ഷിക്കണം. ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സംരക്ഷണമാണ് രണ്ടാമതായി പിതാവിനോട് ഈശോ ചോദിക്കുന്നത്. പിതാവേ, ഇവരെ നീ സംരക്ഷിക്കണം കേട്ടോ. മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു വളർത്തുന്നത് പോലെ അധ്യാപകർ തൻ്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ ഫോർമേഷനിലിരിക്കുന്ന കുട്ടികളെ ഫോർമേറ്റേഴ്സ് സംരക്ഷിക്കുന്നത് പോലെ നമ്മളെയൊക്കെ സംരക്ഷിക്കണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേവലം മനുഷ്യൻ്റെ സംരക്ഷണമല്ല, നിയമപാലകരുടെ സംരക്ഷണമല്ല, പോലീസിൻ്റെയോ പട്ടാളത്തിൻ്റെയോ സംരക്ഷണമല്ല, ദൈവികമായ സംരക്ഷണമാണ്. ദൈവം സംരക്ഷണം നൽകിയാലേ പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓരോ തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും ബജറ്റിൽ എത്രമാത്രം കാശാണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ പട്ടാളക്കാരെ വിന്യസിക്കാൻ അതിർത്തി മേഖലകളിലേക്ക് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. മിസൈലുകൾ, പോർവിമാനങ്ങൾ, ബോംബിംഗ് വിമാനങ്ങൾ, എന്തൊക്കെ സാധന സാമഗ്രികൾ വാങ്ങിച്ചാണ് നമ്മൾ മാനുഷികമായ സംരക്ഷണ ഭിത്തികൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഉപരിയല്ലേ ദൈവം നൽകുന്ന സംരക്ഷണമെന്ന് പറയുന്നത്. ദൈവികമായ സംരക്ഷണത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേണം ഏതൊരു വിശ്വാസിയും ജീവിക്കാനെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശത്രു ഉള്ളപ്പോഴാണ് ഭയപ്പെടേണ്ടി വരിക, അപ്പോഴാണ് അതിർത്തികൾ സംരക്ഷിക്കേണ്ടി വരിക, സുരക്ഷിതമാക്കേണ്ടി വരിക. ഈ അടുത്ത നാളുകളിലല്ലേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഭീകരവാദികളായ ചില മനുഷ്യർ നുഴഞ്ഞു കയറി അവർ ഏതാനും ചില നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്ത ഞെട്ടലോടുകൂടെയല്ലേ നമ്മളൊക്കെ കേട്ടത്. അതൊരു യുദ്ധത്തിൻ്റെ പടപ്പുറപ്പാടുപോലെ വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെയും കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണി വരുന്ന ഒരു കാര്യവും നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല. ഒരു ഭാരതത്തിൻ്റെ പൗരൻ എന്ന രീതിയിൽ നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ടായി. അപ്രകാരം നമ്മുടെ സ്വന്തം സഹോദരങ്ങളായ ഏതാനും ചിലർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ, വീരമൃത്യു എന്നൊക്കെ പറയാമെങ്കിലും മരിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവർക്ക് അവരെ നഷ്ടമായില്ലേ.
ഭീകരവാദങ്ങളും ഇപ്രകാരമുള്ള വർഗീയവാദങ്ങളും ഒക്കെ അവസാനിക്കപ്പെടേണ്ടതാണ്. യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സമാധാനപൂർണമായ ലോക ജീവിതത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയും അതിനുശേഷം കത്തോലിക്ക തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പയും ഒക്കെ ഈ അടുത്ത നാളുകളിൽ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്തത് ലോകത്തിൽ സമാധാനമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എവിടെയൊക്കെ യുദ്ധങ്ങളുണ്ടോ, യുദ്ധക്കെടുതികളുണ്ടോ, യുദ്ധകാഹളങ്ങൾ മുഴങ്ങുന്നുണ്ടോ, അവിടെയൊക്കെ എന്നും തിരുസഭ ഒരു ധാർമ്മിക ശക്തിയായി, ധാർമ്മിക ശബ്ദമായി നിന്നിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണം, കലഹങ്ങൾ ഉണ്ടാകരുത്, കലഹപ്രിയരായി നിൽക്കുന്നവരെ ഭിന്നിച്ചു കളയണമേ എന്നാ പ്രാർത്ഥിക്കുന്നേ. എന്ന് പറഞ്ഞാൽ എന്താ കാരണം? ഐക്യം വളരാൻ സമാധാനമുണ്ടായേ പറ്റൂ. അത് കുടുംബത്തിലാകട്ടെ, സമൂഹങ്ങളിലാകട്ടെ, എവിടെയും സമാധാനപൂർവകമായി ഐക്യത്തോടുകൂടെ ജീവിക്കുക. അതിനാണ് ദൈവിക സംരക്ഷണം നമുക്ക് ലഭിക്കേണ്ടത്. മൂന്നാമതായി ഈശോ പ്രാർത്ഥിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളും ഒക്കെ ലക്ഷ്യം വെക്കുന്നതും മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലെത്തണം എന്ന ആഗ്രഹത്തോടെയാണ്. നമ്മുടെ നന്മ പ്രവൃത്തികൾ തീർച്ചയായും നമുക്ക് സ്വർഗം നേടിത്തരും. അതോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പാപകരമായ ജീവിതത്തിൽ മരിച്ച് പെർഗട്രി എന്നറിയപ്പെടുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുക എന്നുള്ളതല്ല, മറിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മുഖം കാണുന്ന സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവനോടൊപ്പം ജീവിക്കാൻ വിശുദ്ധീകരണം ആവശ്യമാണ്. ഓരോ നിമിഷവും നമ്മൾ നമ്മളെ തന്നെ വിമലീകരിച്ചു കൊണ്ടിരിക്കണം, വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണമെന്ന് യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. 9ാമത്തെ വാക്യം നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ ആദ്യത്തെ വാക്യമായത്. അങ്ങ് എനിക്ക് തന്ന ഇവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്. ഇവരുടെ ഐക്യത്തിനു വേണ്ടി, ദൈവിക സംരക്ഷണത്തിനു വേണ്ടി, വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് നമുക്കും ഇത് സ്വന്തമാക്കാൻ സാധിക്കണം. കർത്താവേ, ഐക്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ദൈവികമായ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ, വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ എന്നും ഉണ്ടാകേണ്ട ഒന്നാണ്. നിരന്തരമായി തനിക്കുള്ളവർ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന മനോഭാവത്തോടെയാണ് മാധ്യസ്ഥം യാചിക്കേണ്ടതെന്ന സൂചനയാണ് ഇവിടെ ഈശോ നൽകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ ഇപ്രകാരം ഒരു വചനം നമ്മൾ കാണുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്കത് വായിക്കാൻ സാധിക്കും. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. തൻ്റെ ശിഷ്യന്മാരെ ദൈവപിതാവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഈശോ പറയാണ്, പിതാവേ, ഞാനും നീയും എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ അവരും ഒന്നായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന. ദൈവം തനിക്ക് നൽകിയവർക്ക് വേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നും അവർ ദൈവത്തിൻ്റെയും അതുകൊണ്ട് തന്നെ തൻ്റേതുമാണെന്നും ഈശോ ഇവിടെ വ്യക്തമാക്കുകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളെ അവൻ സ്വന്തമായി കണ്ട് സ്വീകരിക്കുകയും ദൈവപിതാവിനായി സമർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈശോ തൻ്റെ ശിഷ്യരെ ദൈവം തനിക്ക് നൽകിയവരായി കാണുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെ നന്മയോ തിന്മയോ കണക്കിലെടുത്തല്ല ഈശോ ശിഷ്യന്മാരെ സ്വീകരിച്ചതും സ്നേഹിച്ചതും. ബലഹീനതകളുള്ളവരെ, കുറവുകളുള്ളവരെ, പരാജയപ്പെടാൻ സാധ്യതയുള്ളവരെ, വീഴ്ചകൾ ഉണ്ടാകുന്നവരെ, തള്ളിപ്പറയുന്നവനെ, ഒറ്റിക്കൊടുക്കുന്നവനെയൊക്കെ ശിഷ്യനാക്കിയവനല്ലേ അവൻ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെയൊക്കെ അവൻ തിരഞ്ഞെടുത്തത്. എനിക്കും ബലഹീനതകളുണ്ട്, എനിക്കും കുറവുകളുണ്ട്, ഞാൻ ഒട്ടും തന്നെയും പൂർണ്ണനല്ല എന്നറിഞ്ഞുകൊണ്ട് അവൻ തൻ്റെ സന്യാസ പൗരോഹിത്യത്തിലേക്ക് എന്നെയും തിരഞ്ഞെടുത്തത്. ഈ കുറവുകളോടുകൂടെ തന്നെ അവൻ എന്നെ സ്വീകരിച്ചു. എൻ്റെ കുറവുകളോടുകൂടെ തന്നെ അവൻ എന്നെ സ്നേഹിച്ചു. അവിടുത്തെ ശിഷ്യരിൽ പലവിധ സ്വഭാവമുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തതയുള്ള കാര്യമാണ്. പത്രോസും യോഹന്നാനും യൂദാസും
ഉൾപ്പെട്ടിരുന്ന ഗണമായിരുന്നു ഈശോയുടെ 12 ശിഷ്യന്മാർ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഓരോ ശിഷ്യനും ഓരോ സ്വഭാവ പ്രത്യേകത ഉള്ളവരായിരുന്നു. അത് അവരുടെ മാത്രം പ്രത്യേകത അല്ലല്ലോ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും, ഒരമ്മയ്ക്കുണ്ടായ സഹോദരങ്ങളായ വ്യക്തികളാണെങ്കിൽ പോലും, എനിക്ക് എൻ്റെ ചേട്ടനിൽ നിന്ന് ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസാര രീതിയിൽ, എൻ്റെ ഇടപെടലുകളിൽ, ഞാൻ സ്നേഹിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർ മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യസ്തതകൾ അനേകമുണ്ട് നമുക്കൊക്കെ. ഈശോ അവരെ എല്ലാം, ഓരോരുത്തരെയും തൻ്റെ സ്വന്തം എന്നതുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവൻ്റെ മഹത്വം, അവൻ്റെ വലുപ്പം. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും പാദങ്ങൾ കഴുകിയതുപോലെ തന്നെ യൂദാസിൻ്റെയും പാദങ്ങൾ കഴുകി തൻ്റെ ശുശ്രൂഷാപരമായ സ്നേഹം നൽകി അവസാനം വരെ അവൻ അവരെ സ്നേഹിച്ചതല്ലേ. ഈ വചനം ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ബൈബിളിലുള്ളതാ. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം, തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ അവസാനം വരെ സ്നേഹിച്ചു. വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇടയ്ക്ക് കൈവിട്ടു കളയുന്നവനല്ല, വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. മറിച്ച് അവൻ അവസാനം വരെ നമ്മളെ സ്നേഹിക്കുന്നവനാണ്. പിതാവ് തനിക്ക് നൽകിയവരായി അവരെ കാണുകയും സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ടാണ് അങ്ങനെ അവരെ സ്നേഹിക്കാൻ ഈശോയ്ക്ക് സാധിച്ചത് എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെയും ദൈവികമായ ഈ കൃപാവരം സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ അവൻ നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് അവൻ ജീവിച്ചത്, നമുക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവികമായ കൃപാവരം സ്വീകരിക്കാൻ അവൻ നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ദൈവത്തിന് സ്വന്തമായുള്ളതെല്ലാം തൻ്റെ സ്വന്തമായി ഈശോ കരുതി. ദൈവമക്കളെ അതുകൊണ്ട് തന്നെയാണ് ഈശോ സ്വന്തമായി കരുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവാലയത്തെക്കുറിച്ചുള്ള ഈശോയുടെ തീക്ഷ്ണത ദേവാലയ ശുദ്ധീകരണ വേളയിൽ പ്രകടമായതായി യോഹന്നാൻ്റെ സുവിശേഷം തന്നെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന വചനം കൃത്യതയോടുകൂടെ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം അതല്ലേ. സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി ആ വചനം ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതിയിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. എപ്പോഴാ? കർത്താവ് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം തന്നെ. യോഹന്നാന്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവൻ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. സമാന്തര സുവിശേഷകന്മാർ ദേവാലയ ശുദ്ധീകരണം അവൻ്റെ പരസ്യ ജീവിത ശുശ്രൂഷയുടെ അവസാന ഭാഗത്താണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ ദൈവശാസ്ത്ര വീക്ഷണം അനുസരിച്ച് അവൻ കാനായിലെ കല്യാണ വീട്ടിൽ അത്ഭുതം പ്രവർത്തിച്ചതിനു ശേഷം ദേവാലയ ശുദ്ധീകരണത്തിലൂടെയാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെയും. അതുകൊണ്ടാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്, അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ആ ശിഷ്യന്മാർ ഈ വചനം അവൻ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ഓർമ്മിച്ചു എന്നാണ് യോഹന്നാൻ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത് 2-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു തീക്ഷ്ണത എന്ന് പറയുന്നത് ദൈവവചനത്തോടും ദൈവാലയത്തോടും ആഭിമുഖ്യമുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. അതുപോലെ ആടുകളെ സ്വന്തമായി കരുതുന്നുവോ ഇല്ലയോ എന്നതിലാണ് ഇടയനും കൂലിക്കാരനും തമ്മിലുള്ള വ്യത്യാസമെന്ന് നല്ല ഇടയനായ ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്, ഇല്ലേ? നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാ. എന്നാൽ കൂലിക്കാരൻ ശത്രു വരുന്നത് കാണുമ്പോൾ ആടുകളെ ഇട്ടിട്ട് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം കൃത്യതയോടുകൂടെ തന്നെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-13 വാക്യങ്ങളിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വചനം കാണുന്നത്.
അവിടെ വചനം കൃത്യമായി നമ്മോട് പറയുന്നുണ്ട് എന്താണ് ഒരു നല്ല ഇടയനും ഒരു കൂലിക്കാരനായ ഇടയനും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം ദൈവവചനം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നീ ചിന്തിച്ചു നോക്കേണ്ടത്, നീ നല്ല ഇടയനാണോ അതോ നീ കൂലിക്കാരനായ ഇടയനാണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സമൂഹ ജീവിതത്തിൽ, നിന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഒരു നല്ല ഇടയനായി ജീവിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. വചനം ഇപ്രകാരമാണ് പറയുന്നത്, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം. ഇവിടെയാണ് ഒരു നല്ല ഇടയനായി ഈശോ തന്നെ സ്വയം അവതരിപ്പിച്ചുകൊണ്ട് പറയുക, കൂലിക്കാരനായ ഇടയന്മാര് ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ടുകൊടുത്തിട്ട് ഓടിപ്പോകുന്നത് പോലെയല്ല, സ്വന്തം ആടുകൾക്ക് വേണ്ടി സ്വജീവൻ തന്നെ അർപ്പിക്കാൻ പാകത്തിന് ഞാനും നിങ്ങളും യേശു കർത്താവിനെ പോലെ നല്ല ഇടയന്മാരാകേണ്ടവരാണെന്ന് ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് സ്വന്തമായതെല്ലാം തൻ്റെ സ്വന്തമായി കരുതിയ നല്ല ഇടയനാണ് ഈശോ മിശിഹ. പ്രിയപ്പെട്ടവരെ, ഈശോയെ പോലെ നീ ജീവിക്കുന്ന സാഹചര്യത്തിൽ നല്ല ഇടയനാകാനുള്ള വിളിയാണ് അവൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ആ വിളിക്കനുസൃതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. സാധിക്കണം നല്ല ഇടയനാകാൻ. ആമേൻ.